ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് എംപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ നമ്മുടെ കേരളത്തിലെ പുതിയ 6 വരി പാത ഹൈവേനെ പറ്റി? ഒരു സൈഡിൽ നിന്ന് മടപടാന്ന് കെട്ടിപ്പൊക്കുമ്പോഴേക്കും മറ്റു സൈഡിൽ നിന്ന് അടപടാന്ന് ഇളകി വീണ നമ്മുടെ പുതിയ ഹൈവേ. മാത്രമല്ല ഒരുപാട് റൂൾസും റെഗുലേഷൻസും, മനുഷ്യർക്ക് നടക്കാൻ പറ്റില്ല, ഓട്ടോ പോകാൻ പറ്റില്ല, ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് അടാറ് റൂൾസ് ഉള്ള നമ്മുടെ ഹൈവേ ഉണ്ടത്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോണെന്ന് വെച്ചാൽ അതുപോലൊരു ഹൈവേയിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കാന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതായത് അതിപ്പോ 2 വീലർ ആയിക്കോട്ടെ, 4 വീലർ ആയിക്കോട്ടെ, ഇവൻ വലിയ ബൈക്കിൽ എന്തോ ആയിക്കോട്ടെ, അത് എങ്ങനെ ഓടിക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പലർക്കും അറിയാം, പക്ഷെ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പോൾ വണ്ടിയുടെ ലൈസൻസ് ഒക്കെ കിട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിച്ച് പഠിച്ച ഒരു കൈവഴക്കം വന്നതിന് ശേഷം നമ്മൾ ഹൈവേയിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. പലർക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷനാണ്, എങ്ങോട്ട് തിരിയണം, എപ്പോൾ തിരിയണം, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിത് പറയാൻ പോകുന്നതും. അപ്പൊ ഏതൊരു കാര്യത്തിലായാലും ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൈവേയിൽ വണ്ടി ആയിട്ട് ഇറങ്ങുന്ന ഓരോരുത്തരും പാലിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്, ലൈൻ ഡിസിപ്ലിൻ. അതെന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മച്ചാമാരെ, ഞാൻ നിൽക്കുന്ന ഒരു 6 വരി പാതയിലാണ് കേട്ടോ. ഈ 6 വരി പാതയിലെ ഒന്ന് അപ്പും ഒന്ന് ഡൗണും ആണ്. അപ്പോ ഈ ഒരു 3 വരി, അതായത് ഇപ്പൊ പോവുകയാണെങ്കിലും ശരി, വരികയാണെങ്കിലും ശരി, അതെങ്ങനെ ആ 3 വരിയിലൂടെ പ്രോപ്പറായിട്ട് ഓടിക്കുക എന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ മച്ചാമാരെ, ഈ 6 വരി പാതയിലെ ഈ 3 വരിയിൽ ഏതൊക്കെ വെഹിക്കിളാണ് പോകേണ്ടതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് സ്ലോ വെഹിക്കിളുള്ളതാ. സ്ലോ വെഹിക്കിൾ, അതേപോലെ തന്നെ ചരക്ക് ലോറി, വലിയ വലിയ ലോറികൾക്ക് മറ്റുള്ളതാണ് ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ലൈൻ എന്ന് വെച്ചാൽ അത് അത്യാവശ്യം സ്പീഡിൽ പോകുന്ന വണ്ടികൾക്ക് മാത്രമുള്ളതാണ് ഈ സെക്കൻഡ് ലൈൻ. ഇൻ കേസ് നമുക്ക് ഫസ്റ്റ് ലൈനിൽ സെക്കൻഡ് ലൈനിലേക്ക് കടക്കണമെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു സ്ലോ ആയിട്ട് പോകുന്ന വെഹിക്കിൾ, ഇപ്പോൾ അതിന് മുമ്പിൽ പോകുന്ന ഒരു വെഹിക്കിൾ ഓവർടേക്ക് ചെയ്യാൻ ഈ സെക്കൻഡ് ലൈനിൽ കടക്കണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ലൈനിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ ഫസ്റ്റ് ലൈനിലേക്ക് ഇൻഡിക്കേറ്റർ കയറാണ് കേട്ടോ. അതാണ് ഇതിന്റെ ഈ രണ്ടിന്റെ റൂള്. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ സെക്കൻഡ് ലൈനിന് ഓവർടേക്ക് ചെയ്ത് കയറണമെങ്കിൽ തന്നെ അത് തേർഡ് ലൈനിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം ഓവർടേക്ക് ചെയ്ത് കയറാവുന്നത്, അതേപോലെ തന്നെ കയറാവുന്നതാണ്. പക്ഷെ ഈ തേർഡ് ലൈൻ അത് ടാസ്ക് ലൈനാണ് കേട്ടോ. അത് നമ്മുടെ പുതിയ ഹൈവേ റൂൾ അനുസരിച്ച് അത് നമ്മുടെ എമർജൻസി വെഹിക്കിൾസിന് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ലൈനാണ് കേട്ടോ. അതായത് ഇപ്പോൾ ആംബുലൻസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് അതിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ തേർഡ് ലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പം മോസ്റ്റ്ലി എല്ലാവരും ഇനി യൂസ് ചെയ്യേണ്ടത്, അതായത് ആ ഹൈവേയിൽ എല്ലാവരും യൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് ലൈനും അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനും ആയിരിക്കണം കേട്ടോ. അതായത് ഫസ്റ്റ് ലൈനിൽ പോകണമെങ്കിൽ സ്ലോയിൽ പോകണം, സെക്കൻഡ് ലൈനിൽ പോകണമെങ്കിൽ നമ്മുടെ കുറച്ച് സ്പീഡിൽ പോകണം. പക്ഷേ തേർഡ് ലൈൻ കടക്കുമ്പോൾ അതൊരു വിഷയമായിട്ട് നോക്കിയിട്ട് കടന്നാൽ മതി കേട്ടോ. കാരണം ആ ലൈനിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പണി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം മച്ചന്മാരെ, ചില ടീമുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ. ഈ ചില ആളുകളില്ലേ, ഈ ഏതൊക്കെ റൂട്ടിൽ കൂടെ പോയാലും ആംബുലൻസിന് വഴി കൊടുക്കാതെ മറിച്ച് ഈ വണ്ടി ഓടിക്കുന്ന ഒരു ടീമുകൾ. അപ്പോൾ അവരൊക്കെ ഒന്ന് നോക്കിക്കോളൂ. കാരണം നമ്മുടെ പുതിയ 6 വരി ഹൈവേയിൽ എമർജൻസി വെഹിക്കിളിന് മാത്രമായിട്ട് തന്നെ ഒരു ലൈനൊക്കെ ഉണ്ട്. അതിൽ കയറി ഓടിച്ചിട്ട് ആംബുലൻസ് വരുമ്പോൾ സൈഡ് കൊടുക്കാതെ റോഡാണ് തോന്നിയ പോലെ ഓടിക്കുന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയമാകും പിന്നെ അതൊക്കെ. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് തന്നെ വണ്ടി ഓടിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.